അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. ലൈക്കിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലിലേക്കിടന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഒരു അടുപ്പ് വിശേഷം ആയിക്കോട്ടെ. ഞാനൊരു പുതിയ അടുപ്പ് വാങ്ങിച്ചു. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് കുക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഇഷ്ടമാണ്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹം മനസ്സിൽ. അപ്പോൾ നമ്മൾ പരൂർ തന്നെയുള്ള SKS സ്റ്റോഴ്സിൽ അടുപ്പിരിക്കുന്നത് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങി. 2 റേറ്റിനുള്ളത് വെയിറ്റ് കൂടിയതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞുകൊണ്ട് ഞാൻ വെയിറ്റ് കുറഞ്ഞാൽ നോക്കിയിട്ടാണ് മേടിച്ചേട്ടാ. കാരണം അങ്ങോട്ട് എടുത്ത് വെക്കാൻ നമുക്ക് വെയിറ്റ് കുറവുള്ള നല്ലത് തോന്നി. അപ്പോൾ പുതിയൊരു അടുപ്പല്ലേ, ആദ്യം തന്നെ പാല് കാച്ചിട്ട് ഐശ്വര്യത്തോടെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു. പാലും തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് ഇതിൽ പരിപ്പ് കറിയാണ് വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് പരിപ്പും ആവശ്യത്തിനുള്ള വെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇവിടെ പഴയൊരു ചെറിയ ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുറ്റത്ത് കൊടുന്നിട്ടിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ആദ്യം വിരിച്ചു കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് പീസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് അടുപ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുത്താലും മഴ പെയ്താലും ടേബിൾ നനയൂല്ല. അതുപോലെ തന്നെ മരമല്ലേ, അതിലേക്ക് ചൂട് തട്ടാതിരിക്കാനാണ് ഗ്രാനൈറ്റ് പീസ് ഇട്ട് കൊടുത്ത്. നല്ല രസം തോന്നിയിട്ടാണ് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിളികളുടെ ശബ്ദവും അണ്ണാൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി. അപ്പോൾ ഇതിലിങ്ങനെ നല്ല വെയിൽ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വെയിലില്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറത്താണ് വെയിലുള്ളത്. അപ്പോൾ ഞാൻ പരിപ്പ് ആദ്യം തന്നെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. നമ്മൾ പരിപ്പൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളെ അകത്തിച്ചീര എന്നൊക്കെ പറയില്ലേ, മലായച്ചീര, അകത്തിച്ചീര എന്നൊക്കെ പറയും ഇതിന്. ഇനിയിപ്പോൾ ഓരോരുത്തരെ അവിടേക്ക് എന്തൊക്കെ പേര് ഇതിന് പറയാമെന്നറിയില്ല. നമ്മളീ ഭാഗത്ത് അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴുകിയെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചീരയിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. 2-3 തിള തിളക്കുമ്പോഴത്തേന് അത് വേവും. ചള്ള ഇലയായിരുന്നു. അപ്പോൾ നമ്മൾ ചീരയിലൂടെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങയും ചുവന്നുള്ളിയും ഉപ്പും കൂടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്കിത് എടുത്തിട്ട് അകത്ത് കൊണ്ട് വെക്കുകയാണ്. ഞാൻ അകത്തു നിന്നാണ് താളിക്കുന്നത് കേട്ടോ, ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് താളിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇലക്കറി ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിയിട്ട് നമ്മൾ താളിക്കുന്നുണ്ട്. നമ്മളെ ഇലക്കറി ഇവിടെ റെഡിയായി. വിറകടുപ്പിൽ നല്ല മൺചട്ടിയിൽ ചിരട്ടക്കൈയിലൊക്കെ ഇട്ട് ഇളക്കി ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്നും എടുത്ത് പറയാൻ കാരണം സാധാരണ കുക്കറിലാണ് പരിപ്പിട്ട് വെക്കുക, ഗ്യാസുമ്മ വെക്കുക, എന്നിട്ട് അതിലേക്ക് തേങ്ങ ഒഴിച്ചിട്ടാണല്ലോ താളിക്കൽ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു പുതുമ തോന്നിയിട്ടാണ്. അപ്പോൾ അതാണൊന്ന് എടുത്ത് പറഞ്ഞത്. ഇനി ഉച്ചയ്ക്ക് ശേഷം 1-2 കാര്യങ്ങളുണ്ട്. പിന്നെ മോളെ കരാട്ടയുടെ ടെസ്റ്റാണ്, അപ്പോൾ അതിന് കൊണ്ടാക്കണം. പിന്നെ ഞങ്ങൾ തറവാട്ടിലുള്ള ഒരു കൂറി നടത്തുന്നുണ്ട്. ഞാൻ മുന്നൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പും കൂടിയിട്ടാണ് ഇന്ന്. മാസം ഞങ്ങളെ കുടുംബത്തിലെ ഓരോ വീടുകളിലാണ് മാറിയിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നിപ്പോൾ നറുക്കെടുപ്പുള്ളത് ഉപ്പാടെ അനിയൻ്റെ മോൻ്റെ വീട്ടിലാണ്. ആ വീട്ടിൽ തന്നെയാണ് മോള് കരാട്ട പഠിക്കാൻ പോകുന്നതും. അപ്പോൾ ഇന്ന് അവിടെ നറുക്കെടുപ്പുണ്ട്. മോളെ കരാട്ടക്ക് ടെസ്റ്റിന് കൊണ്ടാക്കും വേണം. അപ്പോൾ അതിനായിട്ട് ഇത് ആദ്യം വടക്കേടക്ക് പോവുകയാണ്. അപ്പം ഇന്ന് ഓറഞ്ച് ബെൽറ്റും ഗ്രീൻ ബെൽറ്റും കിട്ടുന്ന 2 ടെസ്റ്റും കൂടിയിട്ട് ഇന്ന് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കരാട്ടയുടെ ടെസ്റ്റ് നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അധികാരം എത്തിയിട്ടില്ല കേട്ടോ, അങ്ങനെ ഓരോരുത്തർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞാൻ അവളവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് നറുക്കെടുപ്പ് നടക്കുന്ന വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ചെരുപ്പുകളൊക്കെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പോൾ നറുക്കെടുപ്പൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് ചായ കുടിക്കലാണ്. അതിന് ടേബിളിൽ ഇവിടെ വിഭവങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. ചായ കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ടൊരു ഫോട്ടോ എടുക്കും, പിന്നെ അവിടുന്ന് പിരിയും. അങ്ങനെയാണെന്നും എല്ലാ മാസവും ഉണ്ടാവല്. ഇന്നിപ്പോൾ ഇവിടെ കരാട്ട പഠിപ്പിക്കുന്ന സ്ഥലം കൂടിയിട്ടൊക്കെ ഒന്ന് എല്ലാവരും അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. ഞാൻ നേരത്തെ വയസ്സിൽ പറഞ്ഞോന്ന് ഓർമ്മയില്ല, ഉപ്പാടെ സഹോദരൻ്റെ മകൻ്റെ വീടാണിത്. അവിടെ തന്നെയാണ് കരാട്ട പഠിപ്പിക്കുന്നതും. ഈ മാസത്തിലെ നറുക്കെടുപ്പും ഇന്നിവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 8:30 ആയപ്പോഴേക്കും കരാട്ട ടെസ്റ്റ് നടക്കുന്നിടത്തുനിന്ന് കഴിഞ്ഞു എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഞാൻ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് വടക്കേട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും അവിടെ പിരിഞ്ഞു പോന്നിട്ടില്ല. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഓറഞ്ച് ബെൽറ്റും ഗ്രീൻ ബെൽറ്റും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.